സീസണിൽ നിന്നും നോക്കൌട്ട് ആകുന്ന ആദ്യ ടീമായി CSK. ചെപ്പോക്കിൽ തുടർച്ചയായ 5ാം തോൽവി ടീം ഏറ്റുവാങ്ങിയതോടെ തലയുടെ മഞ്ഞപ്പടയ്ക്ക് നാണം കെട്ട മടക്കം. 4 വിക്കറ്റ് വിജയം പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കിയപ്പോൾ നിലവിൽ ടേബിൾ 2ാം സ്ഥാനത്തേക്ക് ടീം ഉയർന്നു. സീസണിൽ ആദ്യമായി CSKയുടെ മധ്യനിര തിളങ്ങിയപ്പോൾ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് കളി മറന്നു. ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സ് മത്സരത്തിന്റെ കംപ്ലീറ്റ് റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇതുപോലുള്ള കായിക ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മത്സരത്തിൽ ടോസ് കിട്ടിയ പഞ്ചാബ് ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒരിക്കൽ കൂടെ CSKയുടെ ഓപ്പണേഴ്സ് പരാജയപ്പെട്ടപ്പോൾ 22-ന് 2 എന്ന മോശം തുടക്കമാണ് CSKക്ക് ലഭിച്ചത്. 4 ബൗണ്ടറി നേടിയെങ്കിലും ജഡേജ കൂടെ പവർ പ്ലേയിൽ വീണപ്പോൾ 48-ന് 3 എന്ന പരിതാപകരമായ അവസ്ഥയിലായിരുന്നു CSK. എന്നാൽ പിന്നീട് കൂടിച്ചെന്ന ബ്രവിസ് സാം കരൺ സഖ്യമാണ് CSK മത്സരത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നത്. ഇരുവരും 50 പന്തിൽ 78 റൺസ് കൂട്ടിച്ചേർത്തു. 15ാം ഓവറിൽ ബ്രവിസ് വീണുവെങ്കിലും ടോപ്പ് ഗിയറിലാണ് സാം കരൺ പിന്നീടും ബാറ്റ് ചെയ്തത്. കഴിഞ്ഞ കൊല്ലം താൻ നയിച്ച ടീമിനെതിരെ 47 പന്തിൽ 88 നേടിയാണ് താരം മടങ്ങിയത്. ടീം ടോട്ടൽ 172-ൽ നിൽക്കുമ്പോൾ സാം കരൺ വീണു. പിന്നീട് വന്ന ധോണി ഒരു 6ഉം 4ഉം അടിച്ച് ചാഹലിന് വിക്കറ്റ് നൽകി മടങ്ങുമ്പോൾ ടീം ടോട്ടൽ 184. എന്നാൽ പിന്നീട് 6 പന്തിൽ CSK ഓൾ ഔട്ട് ആകുന്നതാണ് കണ്ടത്. 184-ന് 6 എന്ന നിലയിൽ നിന്നും 190-ന് ഓൾ ഔട്ട്. 19ാം ഓവറിൽ 8 റൺസ് വിട്ടുകൊടുത്ത് ഹാട്രിക് ഉൾപ്പെടെ 4 വിക്കറ്റ് വീഴ്ത്തിയ ചാഹലാണ് കളി തിരിച്ചത്. അവസാന ഓവറുകളിൽ പഞ്ചാബ് ശരിക്കും CSK പൂട്ടി. 220 പോകേണ്ട ടോട്ടലാണ് 190-ൽ ഒതുക്കിയത്. അർഷദീപിന്റെ മാർക്കോ ജാൻസന്റെ സ്പെൽ എക്സെപ്ഷണൽ ആയിരുന്നു. അവസാന ഓവറുകളിൽ ബ്രില്യന്റ് ക്യാപ്റ്റൻസിയാണ് ശ്രേയസ് അയ്യർ കാഴ്ചവെച്ചത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് കൃത്യമായി തങ്ങളുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തു. ഒരു എൻഡ് ഒരാൾ കീപ്പ് ചെയ്യുമ്പോൾ മറ്റേ എൻഡിൽ കൃത്യമായി ബൗണ്ടറികൾ നേടുക, CSK സ്പിന്നേഴ്സിനെ ഒരിക്കലും സെറ്റിൽ ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. പഞ്ചാബ് അവരുടെ ഈ പ്ലാൻസ് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്തു. ഓപ്പണിംഗ് വിക്കറ്റിൽ തന്നെ ടീം 44 റൺസ് നേടി. ആര്യ മടങ്ങിയ ശേഷം അയ്യർ ഒരു എൻ ഹോൾഡ് ചെയ്തപ്പോൾ പ്രഭ്സിംഗ് തകർത്തടിച്ചു. 36 പന്തിൽ 54 റൺസ് എടുത്തു താരം വീഴുമ്പോൾ 72 റൺസ് അയ്യരുമായി താരം കൂട്ടിച്ചേർത്തു. പിന്നീട് അയ്യർ കത്തിക്കയറുന്നതാണ് കണ്ടത്. ജഡേജയ്ക്കും 100-നും മിഡിൽ ഓവർ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വന്നതും പതിരാന എക്സ്പെൻസീവുമായതോടെ ധോണിയുടെ പടയുടെ പോരാട്ടം അവസാനിച്ചു. 41 പന്തിൽ 72 നേടിയ അയ്യർ മുമ്പിൽ നിന്നും നയിച്ചപ്പോൾ 2 പന്ത് ബാക്കി നിൽക്കെ പഞ്ചാബിന് 4 വിക്കറ്റ് വിജയം. CSKയുടെ അവസാന ഓവറുകളിലെ കൂട്ടത്തകർച്ചയാണ് തോൽവിക്ക് കാരണമെന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും നിലവിലെ ടീമിന്റെ ഫോം വച്ച് 220 ആയാൽ പോലും പഞ്ചാബിന് മുൻപിൽ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഗ്രൗണ്ടിൽ ടീം കാണിക്കുന്ന ആറ്റിറ്റ്യൂഡും ബോഡി ലാംഗ്വേജും അങ്ങനെ തന്നെയാണ്. ഇനി സീസണിൽ പ്രതീക്ഷയില്ലാത്ത കൊണ്ട് തന്നെ യുവതാരങ്ങൾക്ക് അവസരം കൊടുത്ത് നല്ല ടീമായി അടുത്ത കൊല്ലം വരട്ടെ. ആയുഷും ബ്രവിസും 100ഉം ഗലീലും മാത്രമാണ് ഈ സീസണിലെ ആകെ പോസിറ്റീവ്. വിജയത്തോടെ പഞ്ചാബ് ടോപ്പ് 2-നുള്ള റേസിൽ മുൻപിൽ തന്നെയുണ്ട്. ശ്രേയസ് അയ്യറാണ് കളിയിലെ താരം.